അച്ഛൻ്റെ ഒരു മോഹമായിരുന്നു. അച്ഛൻ്റെ എന്താ വാദ്യലോകത്ത് അച്ഛൻ ചെണ്ടോട്ട് പഠിച്ചിട്ടുണ്ട്. മക്കളെല്ലാം വാദ്യലോകത്ത് അതിപ്രശസ്തരായ വാദ്യക്കാരാവണമെന്ന് അച്ഛൻ്റെ വളരെ മോഹമായിരുന്നു. മാത്രമല്ല ആചാര്യന്മാരുടെ അടുത്ത് പഠിപ്പിക്കണമെന്നും പ്രമാണക്കാരാവണം എന്നുള്ളത് വലിയ മോഹമായിരുന്നു അച്ഛൻ്റെ. ഒരു പക്ഷേ അച്ഛൻ മരിച്ച് 3 വർഷമായി. അച്ഛനൊരു നല്ല മനസ്സുള്ള കാരണം അച്ഛന് പല കാലത്തും പൂരപ്പറമ്പിൽ എന്നെയൊക്കെ നോക്കണ്ടാവും, ഗംഭീരമായിട്ട് ചെയ്യേണ്ടത്. എൻ്റെ ഒരു അനിയൻ സുബ്രഹ്മണ്യൻ പെരിങ്ങോട് ഇടയ്ക്കൽ അസാധ്യമായി ചെയ്യുന്ന ഒരു അതിപ്രശസ്തനായ ഒരാളുണ്ട്. അതും അച്ഛൻ്റെ ഒരു മനസ്സ് പോലെയാണ് അദ്ദേഹം നിൽക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം ശിവമണി സാറിൻ്റെ കൂടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഇളയരാജ നമ്മുടെ AR റഹ്മാൻ്റെ കൂടെ 2 പാട്ടുകൾ ചെയ്ത് ലേറ്റസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 50 വർഷമെങ്കിലും മിനിമം വാദ്യലോകത്ത് കലാലോകത്ത് നന്നായി അസാധ്യമായ പ്രവർത്തനം കാഴ്ചവെച്ചാൽ മാത്രമേ നമുക്ക് ഉയരാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഉറപ്പാണ്, ഞാൻ 10 കൊല്ലം പഠിച്ച് 15 കൊല്ലം പഠിച്ചുകൊണ്ടൊരു കാര്യമില്ല. ഒട്ടനവധി വേദികളിൽ നിൽക്കുകയും ആചാര്യന്മാരെ കൂടെ പ്രവർത്തിച്ച് പരിചയമുണ്ടെങ്കിൽ മാത്രമേ നമ്മളെ ഒരാൾ കാണുമ്പോൾ പെട്ടെന്ന് നമ്മൾ സീലോട്ട് അടിക്കുള്ളൂ. ചന്ദ്ര പഞ്ചവാദ്യം നന്നായി, ഇത്ര വർഷത്തെ ഒരുപാട് കഠിനാധ്വാനത്തിൻ്റെ ഫലമായി ഞാൻ ആ പഞ്ചവാദ്യം നന്നായി പ്രമാണിക്കുന്ന ഒരാളാണെന്ന് കൂടി ഉള്ളിലുള്ളത് കാരണം കൊണ്ടാണ് അവർ നമ്മളൊക്കെ കാണുമ്പോൾ കൈ പൊന്തിച്ച് നമുക്ക് സീലോട്ട് തരുന്നത്. അച്ഛന് ഉണ്ടായ അനുഭവം, അച്ഛൻ ശരിക്ക് കൊട്ടുപഠിക്കാനല്ല ആശാൻ്റെ വീട്ടിലേക്ക് പോയത്. പൂമുള്ളി മനയിൽ നിന്ന് അന്ന് വീടുകളിലേക്ക് പകർച്ച കൊണ്ടുവന്ന കാലഘട്ടമായിരുന്നു. പകർച്ച, അവിടെ ചോറെല്ലാം ബാക്കി വന്ന് പകർച്ച കൊടുക്കുന്നത്. അപ്പോൾ ആ പകർച്ച അവിടെ ചെല്ലുമ്പോൾ അച്ഛന് വിശപ്പിന് വേണ്ടി അച്ഛൻ്റെ ആശാൻ ആക്ഷനിലോട് ചോദിക്കും, സംസാരിക്കാൻ പറ്റുന്ന അതൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ വയറൊട്ടി കൊടുക്കുന്ന കണ്ട അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ ഭാഷയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പറയും. അപ്പോൾ അച്ഛന് ചോറ് പാളയിൽ ദിവസം ഇങ്ങനെ കൊടുന്നു കൊടുക്കാം. അപ്പോൾ അച്ഛൻ അങ്ങനെ പോകുന്നത് ഈ കൊട്ട് പഠിക്കാൻ വേണ്ടിയിട്ടല്ല, വിശപ്പ് അടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകുന്ന കാലഘട്ടമായിരുന്നു. അങ്ങനെയാണ് അച്ഛൻ പിന്നെ അത് കൊട്ട് പഠിക്കാൻ കാരണം. അച്ഛനുണ്ടായത്, അച്ഛൻ അരങ്ങേറ്റം പള്ളിയിലാണെന്നുണ്ടായി പറഞ്ഞല്ലോ. ഈ പള്ളിയിൽ നിന്ന് അച്ഛനെ കൊട്ട് പഠിച്ച ശേഷം അച്ഛൻ്റെ സംഘത്തിൽ നിന്നിട്ട് അച്ഛൻ്റെ ആശാനും ആ സംഘക്കാർക്കും കുറേ അമ്പലങ്ങൾ, ഇവിടെ അടുത്ത് കുറേ അമ്പലങ്ങളുണ്ട്, അവിടെ നിന്നൊക്കെ ഒരു വേദികളിൽ നിന്ന് അച്ഛനൊക്കെ കൊട്ടാതെ ഇറക്കി വിടുന്ന കുറേ കാലഘട്ടമാണ്. അതുകൊണ്ട് എനിക്കും ഉണ്ടായത്. ഇവിടെ അടുത്തൊക്കെ വരുന്ന പെരുങ്ങോട് പൂമുള്ളി മനക്കിൽ 6-ാം തമ്പുരാനോടൊരു പൂമുള്ളി ഗണേശനുണ്ട്. അതുപോലെ പെരുങ്ങോട് സ്കൂൾ കുട്ടികളെ പഞ്ചായത്ത് സംഘമുണ്ട്. ഒരു 2 കിലോനോ 3 കിലോ റവ ഒരു പാത്രത്തിലിട്ട് തിളപ്പിച്ച ഒരു ഉപ്മാവ് ഉണ്ടാക്കിയാൽ അന്ന് പൂരത്തിനൊരു ബുദ്ധിമുട്ടില്ല. ഇവിടെ അടുത്ത് ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്, അവിടെയൊക്കെ പൂരത്തിനൊരു ബുദ്ധിമുട്ടില്ല. എല്ലാ ദിവസവും പൂരങ്ങളാണ്. അതിന് കാരണം പൂമുള്ളി ഗണേശനൊരു 10 വട്ടയും പെരുങ്ങോട് സ്കൂൾ കുട്ടികൾ, ഞാനൊക്കെ കിടക്കുന്ന കുട്ടികൾക്ക് ഒരു ലേശം ഒരു 2-3 കിലോ റവ മേടിച്ചൊരു ഉപ്മാവ് ഉണ്ടാക്കി അത് കഴിച്ചാൽ അപ്പോൾ അന്ന് പൂരം നടത്താൻ ബുദ്ധിമുട്ടില്ലാത്തൊരു കാലഘട്ടമാണ്. പക്ഷെ അങ്ങനെ ആ കാലഘട്ടത്തിൽ കൊട്ടിയുള്ള തെളിഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. ഒരുപാട് ഒരു 300-320 അത്രോളം പ്രോഗ്രാം ഒരു സീസണുണ്ടായിരുന്നു. ഞാൻ ഭക്ഷണത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓണം വിഷുവൊക്കെ ഉണ്ടാവും. ഓണം വിഷുവിനൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചോറ് കിട്ടുക. അപ്പോൾ വീടുകളിൽ നിന്നൊക്കെ അമ്മയൊക്കെ ചോറ് കൊണ്ടുവരുന്ന കാലഘട്ടം. അപ്പോൾ നമ്മൾ ഒരു വലിയ പാത്രത്തിൽ ചോറെല്ലാം കൂടി അങ്ങനെ അതിലേക്ക് ഇട്ട് ആ ചോറിൽ ഉപ്പും വെള്ളമൊക്കെ വെച്ച് നമുക്കിങ്ങനെ വിശപ്പടക്കുമ്പോൾ മാറുമ്പോൾ എടുത്ത് ഇങ്ങനെ വന്ന് കഴിക്കുന്ന കാലഘട്ടം. അപ്പോൾ അതും ഇല്ലാത്ത കാലത്ത് ഈ സദ്യകളൊക്കെ നടക്കണം. പല സ്ഥലത്ത് സദ്യ, ചോറൂണ്, മരിച്ച സദ്യ, കല്യാണ സദ്യയൊക്കെ. അവിടേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മുറ്റത്ത് നമുക്ക് അവരുടെ പന്തലിൽ നിന്ന് ചോറും തരില്ല. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഭക്ഷണം കഴിച്ചിട്ടുള്ള ഇല എടുക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. ആ ഇല എടുത്തിട്ട് നമുക്ക് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നിടും. അപ്പോൾ നമ്മളെ ഇലയിലത്തെ ചോറ് ഇങ്ങനെ എടുത്തെടുത്ത് പാത്രത്തിൽ ആക്കി അത് കുറേ ദിവസം അങ്ങനെ വിശപ്പടയ്ക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു എൻ്റെ. അത് പറയാൻ കഴിയില്ല. അത് എൻ്റെ ജീവിതത്തിൽ അത് ഒരിക്കലും മറക്കില്ല. അങ്ങനെ അത്രയും കഷ്ടപ്പെട്ടിരുന്ന നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളൊരു കാലഘട്ടം ഞാനൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഞാനതിൽ അഭിമാനിക്കുക. അന്ന് ഒരുപാട് ഒരു ഉടുതുണിക്ക് മറുപടിയിൽ തുണിയില്ലാത്ത കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. ഒരു നേരത്തെ വിശപ്പ് അടക്കാൻ ഒരു നിവൃത്തിയില്ലാത്ത കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ ഞാൻ ഈ വാദ്യം പഠിച്ചതിന് ശേഷമാണ് ഞാൻ ഇവിടേക്ക് നിൽക്കുന്നത്. അതെനിക്ക് മറക്കാൻ കഴിയില്ല. എൻ്റെ അച്ഛൻ്റെയും എന്നെ പഠിപ്പിച്ചതിൻ്റെ ഗുരുക്കന്മാരുടെ നല്ല മനസ്സാണ് ഞാൻ വാതിലോകത്ത് വെല്ലുവിളികൾ നേരിട്ടുകൊണ്ട് എൻ്റെ ചങ്കൂറ്റത്തോടും ധൈര്യത്തോടും കൂടി ഞാൻ വെല്ലുവിളി നേരിട്ടുകൊണ്ട് അതിജീവിച്ചിട്ടാണ് വാതിലോകത്ത് നിൽക്കുന്നതും. എനിക്കൊരു വാശിയാണ് എൻ്റെ തിമല കൊട്ടുന്നത് ജനങ്ങൾ കാണുമ്പോൾ അറിയാം. എന്നെ കൊട്ട് പഠിപ്പിക്കുന്ന എൻ്റെ ആശമാരും എൻ്റെ കൂടെ കൊട്ടുന്നത് അറിയാം. ചന്ദ്രൻ വാശി തീർക്കുകയാണ്. എൻ്റെ വാശി മുഴുവൻ തിമലയിലല്ല. ഞാൻ ഏഷ്യാനെറ്റ് ന്യൂസിൽ പറഞ്ഞ പോലെ ഈ വാശി തീർക്കുന്നത് എന്നെ ജാതിയുടെ മതത്തിൻ്റെ പേരിൽ ഒരുപാട് വേദികളിൽ നിന്ന് ഇറക്കി വിട്ട അവർക്ക് നേരെയുള്ള ഓരോ അടിയാണ്. അതാണ് എൻ്റെ വാശി. ആ പഞ്ചവാദ്യത്തിലുണ്ടാകുന്നത് ഞാൻ അവിടെയാണ് തീർക്കുന്നത്. എങ്കിലും ഞാൻ അതിൻ്റെ ശബ്ദത്തിലൂടെ അവരെ അറിയിക്കുകയാണ് കവിതകൾ. അതാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്തത്. നമ്മൾ കല്യാണങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ, ഉത്സവങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വലിയ ഒരുപാട് 1000 പേര് 2000 പേർക്ക് സദ്യക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലത്ത് ഭക്ഷണം വേസ്റ്റാക്കി കിടക്കുന്നത് കാണാം. ആ കഴിക്കുന്നവർ ഒരിക്കൽ പോലും ചിന്തിക്കുന്നില്ല ഇതിന് കാത്തിരിക്കുന്ന എത്ര മനുഷ്യന്മാർ ഒരു നേരത്തെ
പട്ടിണി മാറ്റുന്നതിൻ്റെ ഒട്ടനവധി ആൾക്കാർ കാത്തിരിക്കേണ്ടി അത് ശ്രദ്ധിക്കുക. നമ്മൾ ഒരിക്കലും ആലോചിക്കണം, ഒരു നേരം പട്ടിണി കിടന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വേസ്റ്റാക്കുകയും കളയുകയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. വേസ്റ്റാക്കി കളയില്ല അവർ. ഇപ്പോൾ ഞാൻ ദിവസം കലാമണ്ഡലത്തിലേക്ക് പോകുമ്പോൾ വള്ളം ഏരിയയിൽ കുറേ കാണാം പട്ടയും വെറും സാരി വലിച്ച് കെട്ടി അതിൻ്റെ കുറേ കുട്ടികൾ കിടക്കുന്നത്. അവിടെ ഒരു കുട്ടീനെ പാമ്പ് കടിച്ചിട്ട് അടുത്ത ദിവസം മരിച്ചു കല്ലിൻ്റെ ഇടയിൽ. പത്രം വീതം കാണുമ്പോൾ നമ്മളൊക്കെ സ്വർഗ്ഗത്തിലാണ് ജീവിക്കുന്നത്, നമുക്ക് നല്ല ഭക്ഷണം കിട്ടുന്നു, നല്ല വീട് എല്ലാം. പക്ഷേ ഇതൊക്കെ നമ്മൾ എപ്പോഴും ആലോചിക്കണം, നമ്മുടെ താഴെയുള്ള ഒരുപാട് ആൾക്കാരുടെ അവസ്ഥ ചിന്തിക്കുകയാണെങ്കിൽ നമ്മളെന്നും എപ്പോഴും സ്വർഗ്ഗത്തിലാണ് ജീവിക്കുന്നത്. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നിർത്തുന്നു. നന്ദി, നമസ്കാരം.